ഫൈനലി ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ലംബോർഗിനി സിയാൻ കാർ ഫൈനലി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ചീറ്റ് കോഡ് നാളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ഡ്രോൺ മോഡ് ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു പുതിയതായിട്ട് വന്നൊരു ഡ്രോൺ മോഡ് ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി ഡ്രോൺ മോഡ് ഫീച്ചർ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാമെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ബോഡി ബിൽഡർ മാനുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളി ബോഡി ബിൽഡർ മാനുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാര്യമൊക്കെ ചെയ്തേക്കാം. തുടർന്ന് തന്നെ ബെല്ലൈക്കൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് നമ്മുടെ ഇന്ത്യ ബൈക്ക് ത്രൂ അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി കിടിലൻ ലംബോർഗിനി സിയാൻ എടുക്കാൻ നോക്കാം. അപ്പോൾ ലംബോർഗിനി സിയാൻ എടുക്കുന്നതിന് മുന്നേതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡായ നമ്മുടെ അടിപൊളി ബോഡി ബിൽഡർ മാനുകളൊക്കെ എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ അടിപൊളി ബോഡി ബിൽഡർ മാനുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഈ വീഡിയോക്ക് ഇതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിമിനകത്ത് കയറാം. ഗെയിമിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ പോയി സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ റാൻഡമായിട്ടൊരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ബോഡി ബിൽഡർ മാൻ നിങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി ബിൽഡർ മാൻ എന്ന് കൊടുത്തിട്ട് പ്ലേ കൊടുക്കാം. പ്ലേ കൊടുത്തിട്ട് ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വരുന്നവരോ ജസ്റ്റ് വെയിറ്റ്, ലോഡിംഗ് സ്ക്രീനാണ് അതാ ലോഡിംഗ് ആയിട്ട് വരുന്നവരോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലോഡിംഗ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ള ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഈ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഓടിപ്പിടിച്ച് ക്ലിക്ക് ചെയ്യരുത്. ആദ്യം ചെയ്യാനുള്ള നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണുകളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് നിങ്ങളൊക്കെ എഴുതി കാണിക്കും. പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിച്ച് 2-3 സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പം എനിക്കിവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ ചെയ്യാനുള്ളത് നമ്മളെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം. അങ്ങനെ കയറിയിട്ട് നിങ്ങൾ നേരെ ചെയ്യാനുള്ള ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങും. ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഫുള്ളി നമ്മളെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഫുള്ളി തന്നെ മാറിയിരിക്കണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ആ കണ്ട നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഫുള്ളി എന്തോ മോഡേൺ പോലെയൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർട്ടെന്ന് പറഞ്ഞ് ഒരു ഇന്ത്യയുടെ ഫ്ലാഗോട് അടിപൊളിയായിട്ട് കൊടുത്തിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ എന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ BMW M4 കാറുകളൊക്കെ എടുത്തിട്ടുണ്ട്. BMW X7 അല്ലെങ്കിൽ M4 ഏതെങ്കിലും നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഗൈസ് ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റ് നോക്കി വയ്ക്കണം. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ഈ ഒരു കിടിലം ബോഡി ബിൽഡർ മാനുകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ നമ്മുടെ മോട്ടോർ സൈക്കിൾ കാണാൻ പറ്റും. പിന്നെ അങ്ങനത്തെ കുറച്ച് ബൈക്കും കാറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രോപ്സ് ഉപയോഗിച്ചുണ്ടാക്കി. അപ്പോൾ ഇതാ അടക്കണ കേസ് നമ്മളെ ബോഡി ബിൽഡർ മാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അടിപൊളി ബോഡി ബിൽഡർ മാൻ. ഇതൊരു പട്ടിക്കുട്ടിയുടെ ഷേപ്പ് പോലെയൊക്കെ ഉണ്ട് കേസ് നമ്മുടെ ബോഡി ബിൽഡർ മാന്. ചെറിയ ചെറിയ പട്ടിക്കുട്ടികളുടെ ഷേപ്പ് പോലെയും ആളൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഡ്രോൺ മോഡ് എടുത്തൊന്ന് കാണിച്ചിട്ട് ഫസ്റ്റിന് അതിൻ്റെ ഐക്കൺസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നേരെ ജസ്റ്റ് നമ്മളെ ഡ്രോൺ മോഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിലവിൽ ഡ്രോൺ മോഡ് ഉപയോഗിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം. അപ്പം ഇതാണ് കേസ് നമ്മുടെ അടിപൊളി കിട്ടില്ല ബോഡി ബിൽഡർ മാനുകളൊക്കെ വേറെ ലെവലൊരു ബോഡി ബിൽഡർ മാനാണ്. കണ്ടിട്ട് എനിക്കൊരു പട്ടിക്കുട്ടി ഷേപ്പ് കാണാനൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു ബോഡി ബിൽഡർ മാനുകളെ കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു ബോഡി ബിൽഡർ മാനുകളൊക്കെ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേസ്. അടിപൊളി ഒരു ബോഡി ബിൽഡർ മാനാണ് നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കിടിലുപറ്റിനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. വേറെ കുറ്റൂറ്റൊന്നും പറയില്ല. അത്യാവശ്യം കിടിലുപറ്റിനെ ഒരു ബോഡി ബിൽഡർ മാനുകളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണും മൂക്കും വായിക്ക അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള കിടിലൊരു ബോഡി ബിൽഡർ മാനാണിത്. അതുപോലെ തന്നെ ഈ ഒരു ഫയൽ നിങ്ങളെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് നമ്മൾ സിറ്റി അടക്കം കുറേ അധികം പ്രോക്സ് ഉപയോഗിച്ചിട്ട് കുറേ അധികം മാനും ഹ്യൂമൻ ബോഡീസ് നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. വേറെ ഒരെണ്ണം. അപ്പോൾ ഇതാണ് വേറെ ഒരെണ്ണം. ജോക്കർ കണക്ക് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജോക്കർ അല്ല, ഇതെന്തൊരു പപ്പി എന്തോ വേണം സ്റ്റാർ മോഡലിൽ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പിന്നെ അപ്പുറത്തെ ഒരു ബൈക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്, അടിപൊളി ഒരു ബുള്ളറ്റ് പോലത്തെ ഒരു ബൈക്ക്. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഇതൊക്കെ അത്യാവശ്യം കിടിലുമാണ് ഫീച്ചേഴ്സും കാണുക തന്നെയാണ്. അത്യാവശ്യം കിടിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് എങ്ങനെ നമ്മൾ ലംബോർഗിനി സിയാനെ കുറിച്ച് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഗൈസ് ഫൈനലി ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ ഇന്ന് എനിക്ക് ചീറ്റ് കോഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ റിവീൽ ചെയ്യുമെന്ന്. ഫൈനലി ഗൈസ് എനിക്ക് ഇന്ന് ചീറ്റ് കോഡ് റിവീൽ ആയിട്ടില്ല ഗൈസ്. ഇതുവരെയ്ക്കും നമ്മുടെ ചീറ്റ് കോഡ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞു തന്നിട്ടില്ല. ചീറ്റ് കോഡ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുള്ളത് കൊണ്ട് ചീറ്റ് കോഡ് എനിക്ക് ഇതുവരെയ്ക്കും റിവീൽ ചെയ്ത് തന്നിട്ടില്ല നമ്മുടെ ഡെവലപ്പർ. എന്തായാലും ഫൈനലി നമ്മുടെ ഗെയിമായിട്ട് എന്തായാലും ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒഫീഷ്യൽ ഒറിജിനൽ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലംബോർഗിനി സിയാൻ വന്നതിൻ്റെ ഒറിജിനൽ വീഡിയോ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. റെഡ് വഴി അടിപൊളി കിടിലെ ലംബോർഗിനി സിയാനെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അത്യാവശ്യം കിടിലുമായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലംബോർഗിനി സിയാനാണത്. ഇപ്പം നിലവിൽ ഞാൻ അടിക്കുന്ന ലംബോർഗിനികൾ മാത്രമേ ഇപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ഗെയിമിലുള്ളൂ. ഒരു ലംബോർഗിനി കാറൊക്കെ നിലവിൽ നമ്മുടെ ഗെയിമിൽ ഈ ഒരു കാറുകളൊക്കെ ഉള്ളൂ. ഓക്കെ, നിലവിൽ ഇത്രയും ലംബോർഗിനി കാർസ് മാത്രമേ ഇപ്പം നമ്മളെ 3 ലംബോർഗിനി കാർസ് മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിലുള്ളൂ. ഇനിയും നമ്മുടെ ഗെയിമിൽ അടുത്ത് വരാൻ വേണമെങ്കിൽ നമ്മൾ ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ. അപ്പോൾ ആ ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാറോട് നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒറിജിനൽ കാർസ് ആവും ഗൈസ്. അത്യാവശ്യം കിടിലോട്ട് തന്നെ നമുക്ക് വരും. ആ ഒരു കാറോട് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും അടിപൊളി ഒരു കാർ തന്നെയാണ് നമ്മൾ ആ ഒരു ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാറ്. അപ്പോൾ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ എൻ്റെ ഒരു ഗെയിമിലോട്ട്, എൻ്റെ ഗെയിമല്ല നമ്മളെ എല്ലാവരും ഗെയിംസാണ്, അപ്പോൾ ആ ഒരു ഗെയിമിലോട്ട് നമ്മുടെ ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ ഫൈനലി വന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ലംബോർഗിനി സിയാൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം കിടിലായിട്ടുള്ള ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ തന്നെയാണ് ഇത്. പക്ഷേ ഇതിൽ കാറിനെ കുറിച്ച് വേറെ ഒന്നും പറയില്ല. നമ്മൾ ഒറിജിനൽ എങ്ങനെയാണ് ഫോട്ടോ നിങ്ങളെ കാണിച്ചില്ലേ, നമ്മൾ എന്തായാലും ഒരു ഒഫീഷ്യൽ യൂട്യൂബ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ആ ഒരു ഫോട്ടോയിൽ എങ്ങനെയാണ് നമ്മളെ ലംബോർഗിനി സിയാൻ തന്നിരുന്നത് അതുപോലെ തന്നെ പക്ക ഒറിജിനലാക്കി തന്നെ നമ്മളെ ഒരു അടിപൊളി ലംബോർഗിനി സിയാൻ എന്ന കാർ നമ്മുടെ ഗെയിമോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കിടിലമായിട്ട് കിഡിലോസ്കി ആയിട്ട് തന്നെ നമ്മളെ ഒരു ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ നമ്മുടെ ഗെയിമോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക. എന്തായാലും ഫൈനലി നമ്മുടെ ഗെയിമിലൂടെ എന്തായാലും അടിപൊളിയായിട്ട് ഈ ഒരു ലംബോർഗിനി സിയാൻ എന്ന കാർ വരും ഗൈസ്. എല്ലാ കൂട്ടരും മസ്റ്റായും കാത്തിരിക്കാം. എന്തായാലും ഇത് വരും. ഓക്കെ ഗൈസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ കൂടെ നമ്മുടെ ഗെയിമിലോട്ട് വരാനുള്ള പുതിയൊരു ഫീച്ചറാണ് നമ്മൾ ഈ ഒരു ഡ്രോൺ മോഡ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഡ്രോൺ മോഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ഈ ഒരു ഡ്രോൺ മോഡ് നമ്മൾ ആളും കൂടെ കളൊക്കെ പോകും. ഇത് നമുക്ക് ഡ്രോൺ മോഡ് എടുത്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഡ്രോൺ നമ്മൾ പറത്തുമ്പോൾ ഇവിടെ ആൾ നിൽക്കുമോ, അങ്ങനെ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഡ്രോൺ മോഡ് കിട്ടിയിരിക്കുന്നത്. ഒറിജിനലായിട്ട് ആൾ നിൽക്കും പോലെ തന്നെ നമുക്ക് ഡ്രോൺ മോഡ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോൺ മോഡ് ഇങ്ങനെ അല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോൺ മോഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോൺ മോഡ് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിവിടെ ഡ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയല്ലേ കേസ് വരുന്നത്. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ആണ്, നമുക്ക് ആളെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഡ്രോൺ പറത്താം. അതൊരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയല്ലേ കേസ് നമ്മുടെ ഡ്രോൺ മോഡ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടെ നമ്മുടെ ഡ്രോണിൻ്റെ കൂടെ തന്നെ പോകും കേസ്. അവിടെ നമ്മൾ നേരത്തെ സ്പോൺ ചെയ്ത ഡ്രോൺ എന്ന് പറഞ്ഞാൽ സ്പോൺ ചെയ്ത സ്ഥലത്ത് ആളെ ഉണ്ടാകത്തില്ല. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്ന ഫീച്ചർ അത്യാവശ്യം കിടിലായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഡ്രോൺ മോഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിലായിട്ട് കാണിച്ചു. ഇപ്പോഴത്തെ നമ്മുടെ ഗെയിമിലുള്ള ഡ്രോൺ മോഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിട്ടാം. ഡ്രോൺ മോഡ് ഓണെന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണ് കേസ് നിലവിൽ നമ്മുടെ ഗെയിമിൽ ഡ്രോൺ മോഡ് വരുന്നത്. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗെയിമിൽ ഡ്രോൺ മോഡ് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച മോഡൽ ഇതേ അല്ലേ, പുതിയൊരു മോഡലാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരുന്നത്. ആ ഒരു മോഡലായിരിക്കും ഇനി നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോകണം. ഇപ്പം എന്തായാലും നിലവിൽ ഇങ്ങനത്തെ ഡ്രോൺ മോഡേ ഉള്ളൂ. ഇനി കൊണ്ടുവരാൻ പോണ ഡ്രോൺ മോഡ് ഇതാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഇനി കൊണ്ടുവരാൻ പോകണം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഇനി കൊണ്ടുവരാനായിട്ട് പോകണം. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പോണ അടിപൊളി ഡ്രോൺ മോഡ്. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക കേസ്. എന്തായാലും ഈ അടിപൊളി ഡ്രോൺ മോഡ് നമ്മൾ ലംബോർഗിനി സിയാൻ എന്ന കാരണം നമ്മുടെ ഗെയിമിലോട്ട് വരും. അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.